ബാലയെ ആദ്യം ഒരു മാസ്റ്റർ ബ്രെയിൻ ഒരു 5 പേരൂടെ കൂടി ഇവനെ എന്തോ ചെയ്യാൻ പോകുന്നു, ഇവൻ്റെ കോടികൾ എങ്ങാണ്ട് ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആദ്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് മാസ്റ്റർ ബ്രെയിനായിട്ട് ആരെയാണ് കണ്ടതെന്ന് എനിക്കറിയത്തില്ല. അതായത് അമൃതയും എലിസബത്ത്, ഞാൻ, ബാക്കി 2 പേരാരാന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് ഈ 3 പേരുമായിട്ടാണ് ബാലയ്ക്ക് കേസുള്ളത്. ബാലയ്ക്കെതിരെ കേസ് കൊടുത്തേക്കുന്നത് അമൃത കൊടുത്തിട്ടുണ്ട്, എലിസബത്ത് കൊടുത്തിട്ടില്ല. പരാതികൾ ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ അവരുടെ കഷ്ടതകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് സ്വമേധയാ കേസാവുന്ന കാര്യങ്ങളുണ്ട്, അത് ഇതുവരെ ആരും എടുത്തിട്ടില്ല. ഇനി അതല്ല, അവർ പരാതി കൊടുക്കാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് അതിന് എന്നാന്നോ എപ്പോഴാണോ അവർക്ക് പറ്റുന്ന പോലെയൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുള്ള ഒരു ധൈര്യമോ ഒന്നും അവർക്ക് ഈ സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റത്തിൽ നിന്നൊന്നും കിട്ടുന്നില്ല. അവരിതൊക്കെ പറയുമ്പോഴും ഈ നിയമ സംവിധാനം എല്ലാം കണ്ണടച്ചിരിക്കുന്നു, ഒരു മനുഷ്യൻ അന്വേഷിക്കുന്നില്ല, വനിതാ കമ്മീഷന് ഒന്നും ചോദിച്ചില്ലെന്ന് പറയുന്നിടത്ത് വലിയൊരു എന്തോ ഒരു എന്താ പറയുക, അതിനൊരു ധൈര്യക്കുറവ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ മീഡിയ അടക്കം ഇന്നലെ ബാലയെ പോലെ ഒരാൾ ഇത്രയും കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു ചോദ്യം പോലും ചോദിക്കാതിരുന്നതിനകത്ത് പരിഭവങ്ങളൊക്കെ എലിസബത്ത് ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ട്, ഇവനെതിരെ വീട് കയറി വന്നതും കൊല്ലുമെന്ന് പറഞ്ഞതും തോക്കും കൊണ്ടുവന്ന് കൊല്ലാൻ വന്നവനെയൊക്കെ അന്ന് കൊടുത്തിട്ട് നമുക്കും എന്താ പറയുക, വേണ്ട രീതിയിലൊരു നീതി ലഭിച്ചിട്ടില്ല. അവിടെ നീതി എന്ന് പറയാൻ പറ്റത്തില്ല, ഈ പറഞ്ഞ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ വേണ്ട രീതിയിലല്ലായിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞ ഈ 3 പേരുടെ കാര്യത്തിൽ നിന്ന് ഇപ്പോൾ അമൃതയെ ഇവൻ ഒഴിവാക്കിയിട്ടെന്ന് തോന്നുന്നു. ഞാൻ എലിസബത്തിനെ പോയി കണ്ടേ പിന്നെ ഇവൻ പറഞ്ഞത് ഞാനും എലിസബത്തോടെ കൂടിച്ചേർന്ന് എന്തോ ഗൂഢാലോചന നടത്തുന്നെന്നോ, ഇവനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് 50 ലക്ഷം രൂപ ചോദിച്ചെന്നൊക്കെ. അതൊരു പുതിയ നമ്പറാണ്, ബാലയുടെ ഐഡിയ അല്ല, അത് അഡ്വക്കേറ്റിൻ്റെ ഐഡിയ ആവാനാണ് ചാൻസ്. അല്ലാതെ ബാലയ്ക്ക് ഇങ്ങനത്തെ ഐഡിയ ഒന്നും പറയാൻ പറ്റത്തില്ല. ബാലയുടെ ഐഡിയ ഇവരുടെ ഐഡിയ ഒക്കെ ഒരുപോലെയാണോ വർക്ക് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. എന്നിട്ട് കോകില എന്ന് പറയുന്ന സ്ത്രീയെ അവമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഇവൻ്റെ ഭാര്യ തന്നെ ഇരുന്നുകൊണ്ടാണ് എലിസബത്തിനെ ഗുരുതരമായ ആരോപണങ്ങൾ 15 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നവരെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അവമാനിക്കാൻ ശ്രമിച്ചത്. അത് അവരുടെ കരിയറിനെ അവരെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ്. അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തത്, യാതൊരു തെളിവുകളും അതിനില്ല. അതിനൊക്കെ തെളിവ് വേണ്ട കാര്യങ്ങളാണ്. അങ്ങനൊന്നും അവൻ ചെയ്തിട്ടില്ല. അത്രയും വലിയൊരു അപമാനം ഉണ്ടാവുമ്പോൾ ഒരു മെഡിസിൻ പഠിക്കുന്നൊരു സ്റ്റുഡൻറ്റിന് അവരുടെ ഭാവിയെ മൊത്തത്തിൽ ബാധിക്കുന്ന രീതിയിലുള്ള അലിഗേഷൻസൊക്കെ ഇങ്ങനെ വളരെ കൂളായിട്ട് കോകില വന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ വീഡിയോ ഇട്ട ആൾക്കെതിരെ പരാതി കൊടുക്കുന്നു. വാവ്, കൈയടിക്കണം. അത് പോലീസ് എന്തോരം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. പിന്നെ ഇവൻ കൊടുക്കുമ്പോൾ വേറെ, നമ്മൾ കൊടുക്കുമ്പോൾ വേറെ എന്ന് പറയുന്ന സാധനം വളരെ എവിഡൻ്റ് ആണ്. നമ്മളൊന്നും പരാതി കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ പല അനുഭവങ്ങളും മോശപ്പെട്ടതായതുകൊണ്ട് ഇതിനകത്ത് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായോ? ചിലപ്പോൾ ഞാൻ വലിയ കുറ്റവാളി ആയി മാറാനൊക്കെയുള്ള സാധ്യതകൾ ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ഇതാണ് കളിയെങ്കിൽ ഇവനനുസരിച്ച് ആൾക്കാർ വർക്ക് ചെയ്ത് അങ്ങനെയല്ലേ വരത്തുള്ളൂ. നമുക്കൊക്കെ എന്ത് കിട്ടാനാ? ആരെങ്കിലും കൊണ്ട് വിളിപ്പിച്ചിട്ട് റെക്കോർഡും ചെയ്ത് ഇനി ഇത് ആരാന്ന് കണ്ടുപിടിക്കണം. ഇനി ഇത് വേറെ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും കാണിച്ചാണേലും അതിപ്പോൾ കണ്ടില്ലേ. അങ്ങനെയും ആവാം കേട്ടോ, നമുക്ക് തീർത്തും അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. പക്ഷെ ബാല തന്നെയാണ് ഇത് ചെയ്യിക്കുന്നതെന്നുള്ളത് ഉറപ്പാണ്. അല്ലാതെ എൻ്റെ ഭാഗത്തു നിന്ന് ഒരാളും അങ്ങനെയുള്ളവരില്ല. എനിക്ക് അങ്ങനത്തെ ഒരു കൂട്ടുകെട്ടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആവശ്യവും വന്നിട്ടില്ല ഇതുവരെ. പിന്നെ ഞാൻ ആ പൈസ മേടിച്ചുകൊണ്ടൊന്നും ഇപ്പം ഈ പറഞ്ഞൊന്നും തിരിച്ചെടുക്കാനും പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവനെതിരെ എലിസബത്ത് കേസ് കൊടുത്ത പോലെ. പിന്നെ എൻ്റെ ആവശ്യം എന്ന് പറയുന്നത്, എലിസബത്ത് എനിക്കൊരു സാക്ഷിയാണ്, അതെൻ്റെ ആവശ്യമാണ്. അതിന് അപ്പോൾ ബാല വന്നിട്ട് പിന്നെ ഞാൻ ഈ ഇവിടെ കോടതി കിടത്തേക്കുന്ന കേസിനകത്ത് കിടന്ന് തിരിഞ്ഞ് കളിച്ച് ഇതെല്ലാം മാറ്റാൻ മൊത്തത്തിൽ ഒരു 50 ലക്ഷം രൂപ കിട്ടിയാൽ പോരാതെ വരും. അങ്ങനെ പറഞ്ഞാൽ അതിന് അത്രയും വാല്യൂ ഒന്നും നിനക്കില്ല, അതിന് അത്രയും വാല്യൂ അല്ല. അത് നീ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, മനസ്സിലായോ? ഒരു 50 ലക്ഷം രൂപയിൽ തീരുന്ന പരിപാടി അല്ല അത്. അങ്ങനെ വിചാരിക്കുകയേ വേണ്ട. അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ആരും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നതും. ഇതിനകത്ത് എത്രത്തോളം പോകാമോ അത്രത്തോളം നിയമപരമായിട്ട് തന്നെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കും. എൻ്റെ കേസിനകത്ത് സാക്ഷിയെ ഞാൻ കൊണ്ടുവരും, അതിന് ഇനിയും മുന്നോട്ട് പരാതികൾ പോവും. എലിസബത്ത് എപ്പോൾ കേസ് കൊടുക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. അവർ കേസ് കൊടുത്താൽ അതും നിനക്ക് കിട്ടും. അല്ല നീ ഇനി ഇതും പറഞ്ഞുകൊണ്ടൊക്കെ ഇതുവഴി നടന്നാലൊന്നും ആരും മാറാൻ പോകുന്നില്ല. നിന്നോടുള്ളത് നിന്നോട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നീ പറഞ്ഞ ഈ കള്ളക്കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ടായാൽ അത് ഞാൻ സഹിക്കും, മനസ്സിലായോ?
അതല്ലാതെ വേറെ പരിപാടി. നീ എന്ത് വിചാരിച്ചത്? എനിക്കതാ മനസ്സിലാകാത്ത. ഇവൻ എന്തോ വിചാരിക്കുന്നത്? അല്ലെ ഇവന്റെ ആൾക്കാരെന്തോ വിചാരിച്ചേക്കുന്നത്? ഇങ്ങനെയുള്ള ഓരോ കള്ളക്കേസ് കൊടുക്കുമ്പോൾ നമ്മളങ്ങ് മാറും, പേടിക്കും, അല്ലേ ഇതിനകത്തൊന്ന് പിന്മാറുമെന്നൊക്കെ വിചാരിച്ചോ? അതൊന്നും നടക്കത്തില്ല. ഇതിൻ്റെ അങ്ങേ അറ്റം പോവുക, അവിടെ വരെ പോവും. അതിനൊക്കെ ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ മതി, തരാനുള്ളത് തരും, എന്നിട്ടേ പോകത്തുള്ളൂ. നീ ഇനി ഇങ്ങനത്തെ ഒരു സാധനം കൂടെ ഇറക്കിയ സ്ഥിതിക്ക് ഇത്തിരി ഒരു കള്ളക്കേസ് കൊടുത്തുകൂടെ തെളിയിക്കും. മനസ്സിലായോ? അതറിയാം. നീ ഇറങ്ങും, നീ ഉള്ള കയറും. ഇപ്പൊ ഈ കള്ളക്കേസ് കൊടുത്തില്ലേ, അതിനും ഉണ്ട്, അതിനും തരും നിനക്ക് കിട്ടും. അതിനൊന്നും ഒരു സംശയവും വേണ്ട, അതും തെളിയും. നീ വിളിച്ച് പറയിപ്പിച്ചവനാണെങ്കിൽ അവൻ വരും. മനസ്സിലായോ? ഇനി അതല്ല വല്ല മിമിക്രിക്കാരാണ്, അവനെയും പൊക്കും. അതിനധികം കുറച്ച് ദിവസം കാര്യമേ ഉള്ളൂ, അത് തന്നെ വരുന്നതാടാ. അല്ല നീ എന്താ വിചാരിച്ചേ? ഇവിടെ പലതും നടക്കുന്ന കണ്ടപ്പോൾ ഞാനായിട്ട് ചെയ്തതാണെന്നാണോ വിചാരിച്ചത്? അങ്ങനെ അല്ലത്. ഇതെല്ലാം തന്നെത്താനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പല കള്ളക്കേസും എനിക്കെതിരെ കൊടുത്തിട്ടുണ്ട്, പലവന്മാരും കള്ളത്തരങ്ങൾ പറഞ്ഞിറക്കിയിട്ടുണ്ട്. ഇന്നേ വരെ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇതിനകത്തൊരു തുള്ളി പോലും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നെ ബുദ്ധിമുട്ടിക്കാമെന്ന് വിചാരിക്കേണ്ട. അതെനിക്കൊരു ബുദ്ധിമുട്ടല്ല. മനസ്സിലായോ? അതെനിക്കൊരു ബുദ്ധിമുട്ടേ അല്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകും, ലോക്കപ്പിൽ കിടക്കും, വേണ്ടി വന്നാൽ ജയിലിലും കിടക്കും. എന്നാലും നിന്നെ ഒന്നും വെറുതെ ഇവിടെ ഒന്നും വിചാരിക്കണ്ട. മനസ്സിലായോ? എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവനെ നിന്നെ വിടാവടാ, എന്നെ ഉണ്ടല്ലോ ശരിയാക്കി തരാം. നീ നോക്കിക്കോ, നിനക്ക് വളരെ മോശപ്പെട്ട സാധനങ്ങൾ വരും. നിന്റെ ഈ കേസും തെളിയും, നീ കള്ളക്കേസ് ഉണ്ടാക്കിയതും തെളിയും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. നീ മെനക്കെടാൻ പോവുക. അല്ല ഇത്തിരി പണിയാട്. നീ ഇപ്പം നിനക്ക് ഇങ്ങനെ ഒരു ബുദ്ധി പോലും തോന്നുന്നില്ല, അറിയോ? ആ ബുദ്ധി ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ട്. നല്ല ബുദ്ധിയാ. എന്നെ അങ്ങ് മെനക്കെടുത്തിയേക്കാന്ന്. ഡിജിറ്റലിൽ വന്നിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം ആരാ ചെയ്തേക്കുന്നത്, എവിടെന്നാ ചെയ്തേക്കുന്നത്, ഏത് സ്ഥലത്തുനിന്നാ വന്നേക്കുന്നത്. അവനെ കാണണം. അവൻ ആരാന്ന് അറിയണമല്ലോ. എന്താണേലും ബേസിക് ആയിട്ട് പോലീസ് ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ അറിയാം. അതെ അതെ അതെ, ഉറപ്പായിട്ടും അതറിയണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവനെതിരെ എനിക്കും ഉണ്ട് കേസ്. അപ്പോൾ അവനെ പിടിക്കണമല്ലോ എന്താണല്ലോ, അല്ലേ? ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നിടെ എല്ലാം കയറി ചെന്ന് ഒരുത്തിന് ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ച് വലിയൊരു കൊടുക്കുന്നുണ്ടോ എന്ന് ആർക്കറിയാം, അല്ലേ? ശരിയല്ലേ? എന്തെങ്കിലുമൊക്കെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി, ആരെങ്കിലുമൊക്കെ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വേറൊരുത്തം വിളിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പൊക്കണം. ഇനി ഇവൻ കള്ളത്തരം പറയണം, ഇവനെ പൊക്കണം. ഇനി ഞാനാണ് ചെയ്യുന്നതെങ്കിൽ എന്നെ പൊക്കിക്കോ. മനസ്സിലായോ? പക്ഷെ ഇതൊരിക്കലും എനിക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല, ചെയ്തിട്ടുമില്ല, ഇനിയോട്ട് ചെയ്യത്തുമില്ല. പ്രത്യേകിച്ച് ഇവനോടൊന്നും ഒട്ടും ചെയ്യാൻ പാടില്ലാത്ത ഇവനോടൊക്കെ എങ്ങനെയാണ് കോംപ്രമൈസ് ചെയ്യുന്നത്? എല്ലാം തന്നെ ഇല്ല. നമ്മളൊരു കാര്യത്തിൽ ഇടപെടുമ്പോൾ അത്രയും ജെന്യുവിനാണെങ്കിൽ മാത്രമേ ഇടപെടത്തുള്ളൂ. എന്തെങ്കിലും ഒരു ഇച്ചിരി തിരിമറി ഉണ്ടെന്ന് കണ്ടാൽ ആ പ്രദേശത്ത് പോകാത്ത ആളാണ് ഞാൻ. ഇന്നേ വരെ ഒരിടത്തും ഇങ്ങനത്തെ ഒരു പരിപാടി നടന്നിട്ടില്ല. പിന്നെ ഞാൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് നടക്കും, നടന്നിരിക്കും. ഒരു സംശയം വേണ്ട. അതിന് ബാലയൊന്നും ആയിട്ടില്ലടാ. നിനക്ക് അതിനുള്ള ഒരു ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? നിന്നെപ്പോലത്തെ കള്ളനെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, പോലീസിനും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ പരാതികൾ വരുമ്പോൾ നീ കണ്ടോ, നിന്റെ ഫോൺ പോലും ഒരുത്തിന് അറ്റൻഡ് ചെയ്യാത്ത പരുവത്തിലെത്തും നീ. നിനക്കിവിടെ ചുറ്റും കുറേ ആളുണ്ടെന്നൊക്കെ നീ വിചാരിച്ചിട്ടില്ലേ? ഒരുത്തം പോലും നിന്റെ ഫോൺ അറ്റൻഡ് ചെയ്യത്തില്ല. നീ നോക്കൂ. സത്യത്തിൽ പോലീസിന് മനസ്സിലായിട്ടുള്ള ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ? ഇയാളൊക്കെ എത്രത്തോളം കൂടുണ്ടെന്നുള്ളത് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അതെ അതെ അതെ. ഇവനെ കൂടെ നിർത്തിയാൽ പോലീസുകാരെല്ലാം കുടുങ്ങും. ഉറപ്പിച്ചോ. ഇവന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിലും കുടുങ്ങും. ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന പോലീസുകാരടക്കം കുടുങ്ങും. ഉറപ്പാണ്, യാതൊരു സംശയം വേണ്ട. ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ ഇങ്ങനത്തെ ആളുകളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളവരെ കണ്ടെത്തേണ്ടത് ഒരു ആവശ്യമാണ്. മനസ്സിലായോ? അതിനും ഇത് ഉപകാരമാവും. ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇവന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടോ, ഇവൻ എന്താണ് ഓഫർ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ കള്ളത്തരങ്ങൾക്കാണ് ഇവർ കൂട്ടു നിന്നിട്ടുള്ളതെന്ന് വരെ നമുക്കിപ്പോൾ മനസ്സിലാകാൻ പോവാ. നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ട് പണി. അപ്പോഴാണോ നീ ഇവിടെ വന്നിരുന്നോണ്ട് എന്നെ 50 ലക്ഷത്തിന് ഒതുക്കാൻ വരുന്നത്? ആഹാ, അത് കൊള്ളാലോടാ. നീ പെടുത്തുന്നതല്ല, നീ തന്നെ പോയി പെട്ടോളും. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതെല്ലാം നമ്മൾ ആരാണ്ട് ചെയ്തതാണോ? ഇവൻ തന്നെ പോയി വീഴുന്നതല്ലേ. ഇതുപോലെ നിന്നെക്കാ വലിയവന്മാർ പോയി വീഴുന്നത് നീ കണ്ടില്ലേ? നീയൊന്നും വലിയ സംഭവമൊന്നുമല്ല. നിന്നെക്കാ വലിയ പിള്ളേരുടെ വീണിട്ടുണ്ട്, പൊക്കിയെടുത്ത് അകത്ത് വിട്ടിട്ടുണ്ട് പോലീസ്. പക്ഷേ ഈ തൽക്കാലം കുറച്ചാൾ നീ പിടിച്ചു നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ല, നിന്നു. ഇതെല്ലാം തെളിയും. ഒന്നും തെളിയാവോ എന്ന് വിചാരിക്കണ്ട. അതങ്ങനെ വരൂ. അങ്ങനെ ഒരു ഉറപ്പുള്ളത് കൊണ്ട് പറയുക. എൻ്റെ ജീവിതം മുഴുവനുള്ള എക്സ്പീരിയൻസ് വെച്ച് പറയുവാണ്, ഒരുത്തനും രക്ഷപ്പെട്ടിട്ടില്ല.
ഇതുപോലുള്ള കള്ളന്മാർ ഒരുത്തനും ഞാൻ കണ്ടിട്ടില്ല രക്ഷപ്പെടുന്നത്. എൻ്റെ അറിവിലില്ല. എല്ലാവർക്കും കിട്ടും, നല്ലപോലെ കിട്ടും. ആ അത് തന്നെ. എന്നും നീ ഉണ്ടല്ലോ, നീ എണ്ണിക്കോ, നിനക്ക് അധികം ദോഷമൊന്നും ഇല്ലടാ.